ഹായ് ഫ്രണ്ട്സ്, ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് തോന്നുന്ന ഒരു സിനിമ പോയി കണ്ടു വന്നിട്ട് റിവ്യൂ പറയുന്നത്. അതും നമ്മൾ ഇത്ര എത്രയോ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന, നമ്മൾ ഉത്സവം പോലെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് കണ്ട സിനിമ. അതിൽ എന്താണ് പറയണ്ടതെന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഞാനിതിപ്പോൾ നമ്മളൊരു സിനിമ കണ്ടു വന്നിട്ട് നമ്മളൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. കാരണം ഇത് ഒരു വാക്കിലോ അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞിട്ടോ എനിക്കിത് കൺവേ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്താ ഫീൽ ചെയ്തെന്നുള്ളത്. സോ അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം. ഇത്ര ഗ്രാൻഡ് ആയിട്ട് എടുത്തു വെച്ച, ഇത്ര ഗംഭീരമായിട്ട് പൃഥ്വിരാജ് മേക്ക് ചെയ്ത് വെച്ച സിനിമ അതൊരു അതൊരു മോശം സിനിമയാണ് നമുക്ക് ഒരു ശതമാനം പോലും എവിടെയും പറയാൻ പറ്റില്ല. അത്ര ഗംഭീരമായ ഒരു പ്രൊഡക്റ്റ് ആണ്. മലയാളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ ലെവലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എമ്പുരാൻ എന്ന സിനിമ. ബ്രില്യൻ ഡയറക്ഷൻ, ബ്രില്യൻ സിനിമോട്ടോഗ്രാഫി, പെർഫോമൻസ് എല്ലാം അതിഗംഭീരം. ലാലേട്ടനെ കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആ സോണിൽ തന്നെ നമ്മള് 5 6 വർഷം മുമ്പ് സ്റ്റീഫൻ നെടുമ്പള്ളി എവിടെയാണ് അവസാനിച്ചു അവിടെ നിന്ന് മുതൽ തന്നെ അതേ ക്യാരക്ടറിന്റെ ഒക്കെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാല് അത് തന്നെ ആ ആക്ടറെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആക്ടിങ് ടാലന്റിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരു സംഭവം തിരിച്ചു കിട്ടിയാല്. കാരണം ഗംഭീരമായിട്ട് സെറ്റിലായിട്ട് ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു രണ്ട് റോളും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഒരു സങ്കടം അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയൊരു വിമ്മിഷ്ടം പ്രശ്നം എന്നൊക്കെ ചോദിച്ചാല്, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാല് എനിക്ക് ലൂസിഫർ സിനിമ ഇഷ്ടമായ അത്ര എനിക്ക് എമ്പുരാൻ സിനിമ ഇഷ്ടമായില്ല. അതായത് ഇത്ര വലിപ്പത്തിൽ ഇത്ര ഗ്രാൻഡ് ആയിട്ട് എടുത്തു വെച്ച ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എനിക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമായ അത്ര ഫീൽ ചെയ്തത്ര എനിക്ക് ഫീൽ ആയില്ല. അതാണ് സത്യം. ഇത് എന്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി തിയേറ്ററിൽ പോയി ഒരു ഓളവും ഇല്ല തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ടതാണ്. അതിന്റെ പ്രശ്നമാണോ അറിയില്ല. ഞാൻ പറയുന്നത് നാട്ടിലെ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഈ സിനിമ ഒന്നും കൂടി പോയി കാണുന്നുണ്ട്, വേറൊരു തിയേറ്ററിൽ വേറൊരു വൈബില്. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ സിനിമയിൽ മിസ് ചെയ്ത്. നമ്മൾ വാനോളം എക്സ്പെക്ടേഷൻ ആയിരുന്നു. ആ വാനോളം എക്സ്പെക്ടേഷൻ ഒട്ടുമിക്കത് മീറ്റ് ചെയ്തു. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടിയില്ല. കാരണം ലൂസിഫർ എന്ന സിനിമ ഇപ്പോഴും ഇപ്പം ഇപ്പം ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് സിനിമ കാണുകയാണെങ്കിലും അതിൽ ഒരുപാട് മൊമെന്റ്സ് ഗൂസ് ബംസ് ആയിരുന്നു. ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ഇപ്പോഴും എത്ര തവണ കണ്ടാലും. എന്നാൽ എമ്പുരാനിലെ ലാലേട്ടന്റെ ഓരോ സീനും പൃഥ്വിരാജ് ഓരോ ഇൻട്രഡക്ഷൻ പോലെ എടുത്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് ഗ്രാൻഡ് ആയിട്ട്. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാല് എനിക്ക് ഗൂസ് ബംസ് വാ മൊമെന്റ് വന്നത് ഒറ്റ ആ ജംഗിൾ പൊളിയില്ല. ഞാൻ അങ്ങനെ പറയാം, നമ്മൾ സ്പോയിലർ ആവാതെ സംസാരിക്കാം. ആ ജംഗിൾ പൊളി സീനിൽ മാത്രമാണ് എനിക്കൊരു വാവ് ഫാക്ടർ വന്നത്. ബാക്കി ഒട്ടുമിക്കപ്പോഴും ലാലേട്ടനെ കാണിക്കുന്ന സീനൊക്കെ പൃഥ്വിരാജ് ഓരോ ഇൻട്രഷൻ പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടനെ പോലത്തെ ആക്ടർ ഏറ്റവും സ്ക്രീൻ പ്രസൻസിന്റെ ഒക്കെ തമ്പുരാൻ എന്ന് പറയുന്നത് ചുമ്മാ സ്ക്രീനിൽ വന്ന് നിന്നാല് ആ ഒരു എന്താ പറയാ ആ ഒരു ഫീല് നമുക്ക് തരുന്ന ലാലേട്ടൻ. അപ്പൊ അവിടെ ഞാൻ പറയും സംശയം എനിക്ക്. ഞാനിത് എന്റെ ഫ്രണ്ട്സിന്റെ ആരും കൂടെ പോവാതെ ഒറ്റയ്ക്ക് പോയിരുന്നു കണ്ടതിന്റെ പ്രശ്നമാണത്. എനിക്കറിയില്ല, നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞു തരണം. ഞാനും ഭയങ്കര കൺഫ്യൂഷനിലാണ്. എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ മിസ് ചെയ്യുന്നു പലതും ഈ സിനിമയില്. അതിന്റെ മെയിൻ റീസൺ എനിക്കറിയാം. നമുക്ക് ഒരു സിനിമ കണ്ടാല് നമുക്ക് ആരും കുറ്റം പറയാൻ തോന്നുന്നത് അറിയാം. കാരണം പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താന്ന് വെച്ചാല് നമ്മൾ ഒന്ന് ഈ സിനിമ നമ്മൾ ഇതുവരെ കാണാത്ത, ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണാത്ത കഥാ പശ്ചാത്തലം കഥാഗതികളും ഉള്ള ടെറൈനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതൊരു ഏറ്റവും വലിയ ചലഞ്ചാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടെ ഏറ്റവും ഒരു കല്ലുകടി പോലെ ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു ഫീൽ ചെയ്തത്, ഒരു ഷിഫ്റ്റിങ് ഫീൽ ചെയ്തതാണ്. കാരണം നമ്മളെ ഇടുക്കിയിലെ ഒരു നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഗ്രാമം കാണിച്ചു നെക്സ്റ്റ് ഷോട്ട് പോകുന്നത് ഒരു ഡെസേർട്ടിലേക്ക്, തുർക്കി അല്ലെങ്കിൽ സെനഗൽ അല്ലെങ്കിൽ UK പോലത്തെ സ്ഥലങ്ങളിലേക്കാണ്. ഒരു പ്രാവശ്യം ഒന്നല്ല, അത് ഒരുപാട് പ്രാവശ്യമുണ്ട്. അപ്പൊ അത് ആരുടെ കുറ്റാണ് പറയാൻ? ഈ സ്റ്റോറി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ സ്റ്റോറി അതാണ്, എബ്രാം ഖുറേഷിന്റെയും സ്റ്റീഫന്റെയും കഥ പറയണം. അപ്പൊ ആ ഷിഫ്റ്റിങ് മേ ബി പൃഥ്വിരാജ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഷിഫ്റ്റിംഗ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ആ ഷിഫ്റ്റിംഗ് കാരണം തന്നെ പല ഒരു കണക്ഷൻ കിട്ടുമോ സിനിമയായിട്ടുള്ള. എനിക്ക് സിനിമ തുടങ്ങി ഫസ്റ്റ് 30 മിനിറ്റ് ആ നോർത്ത് ഇന്ത്യൻ പോർഷൻ വന്നപ്പോൾ ഓക്കെ എനിക്ക് സന്തോഷമായി. കാരണം ഞാനിരിക്കാം, ഹോ ഓക്കെ നമുക്കൊരു റീസൺ കിട്ടി, സിനിമയിൽ ഇന്നായി. നമുക്ക് ഭയങ്കര ഫീൽ, ഇമോഷൻസ്, നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള റിവഞ്ച്, ഭയങ്കരമായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഒക്കെ ഫീൽ ചെയ്തിട്ട് ഇനി സിനിമ ഇപ്പം അങ്ങോട്ട് ഇതാവും ഓണാവും എന്നുള്ള വിശ്വാസത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് എബ്രാം ഖുറേഷി സീന് കാണിക്കുകയാണെങ്കിൽ അപ്പോഴും ഓക്കെയാണ്. പക്ഷെ പിന്നെ എബ്രാം ഖുറേഷിനെ കാണിക്കണം, കേരള പൊളിറ്റിക്സ് കാണിക്കണം. എബ്രാം ഖുറേഷി കാണിക്കണം, കേരള പൊളിറ്റിക്സ് കാണിക്കണം. അപ്പം ഇത് സ്ക്രിപ്റ്റിങ്ങിന്റെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ, ഡയറക്ഷന്റെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ, ഇത് എന്താണ് ഒന്നും അറിയില്ല. ഇതിൽ എവിടെയോ എന്തൊക്കെയോ. ഞാൻ പറഞ്ഞ ഇതാണ് എന്റെ എനിക്ക് ഏറ്റവും ഒറ്റ ഉത്തരവുള്ളൂ. എനിക്ക് ലൂസിഫർ എനിക്ക് കിട്ടിയ പോലെ എനിക്ക് എമ്പുരാൻ കിട്ടിയില്ല.
എന്റെ കുറ്റാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം നാട്ടിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ചിന്തിച്ചു നോക്കുമ്പോൾ. കാരണം എനിക്ക് ഒരു ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കണ്ട ഇപ്പോഴും എല്ലാ സീനും ഓർമ്മയുണ്ട്. എല്ലാ സീനുകളും ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ എമ്പുരാൻ നമുക്ക് നമുക്ക് പല ഒരു ഇതാ പറയില്ലേ, ഇപ്പൊ ഓരോ ഡോട്ടുകളാണെങ്കിൽ ആ ഡോട്ടുകൾ തമ്മിൽ ഒരു കണക്ഷൻ വിട്ട പോലെ. അതിന് പൃഥ്വിരാജ് പോലും ഒരു പൃഥ്വിരാജിന്റെ ഒരു ഗതികേടായിരുന്നു അതൊന്നും എനിക്കറിയില്ല. കാരണം കാരണം ഈ കേരളത്തിലെ പൊളിറ്റിക്സ് അതിന്റെ കൂടെ ഒരു ഇന്റർനാഷണൽ മെഗാ സിൻഡിക്കേറ്റ് നെക്സസ് ഗ്രൂപ്പിന്റെതും കൂടി കാണിക്കുക ഒരു സിനിമയില് എങ്ങനെയാണ് അത് ചെയ്യാത്തതില് അത് എനിക്ക് അറിയില്ല. കാരണം നമ്മൾക്ക് ഒരുപാട് ഹോളിവുഡ് സിനിമ കാണുന്ന ആളാണ്. ഞാനൊക്കെ ഒരുപാട് ഹോളിവുഡ് സിനിമ കാണുന്ന. അപ്പൊ അവർക്കൊന്നും ഒരിക്കലും ചലഞ്ച് ഇല്ല. നമ്മളൊരു ഹോളിവുഡ് സിനിമ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ടെറേനിൽ നിന്നിട്ട് ഞാനിപ്പം, കാരണം മേക്കിങ്ങിലൊക്കെ നമുക്ക് ഹോളിവുഡ് സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനം ഈ എംപുരാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ബോളിവുഡിനെ പറ്റി പറയുന്നത്. പക്ഷെ അവർക്കൊന്നും ഈ ടെറൈൻ ഷിഫ്റ്റിംഗിന്റെ ആവശ്യമില്ല. അവരെ കഥ നടക്കുന്നത് ആ ടെറൈനിലാണ്. അവർക്ക് ഈ ഷിഫ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല. സോ എന്താണ് മിസ് ചെയ്തത് സത്യത്തിൽ ഞാനിപ്പോൾ സ്റ്റിൽ അതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എനിക്ക് സിനിമ ലൂസിഫർ കണ്ടപ്പം കിട്ടിയ എന്താണ് ഇതിൽ നിന്ന് മിസ്സായി പോയെന്നുള്ളതിനൊക്കെ സ്റ്റിൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ സിനിമ ഉറപ്പായിട്ടും മലയാളത്തിലെ ഹൈയസ്റ്റ് ഗ്രോസ് ആയിരിക്കും. ഒരു 500 കോടിയെങ്കിലും കടക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇതിൽ തോന്നിയ ചില കാര്യങ്ങൾ കണക്ട് ആവാതെ പോയ ചില കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോളും വഹിച്ച മ്യൂസിക്കാണ്. എന്നാൽ ചില സ്ഥലത്ത് മ്യൂസിക്കിന്റെ അതിപ്രസരം എന്ന് പറയില്ല. ചില ഫൈറ്റ് സീനിലൊക്കെ മ്യൂസിക് മാത്രം, ചില ക്ലൈമാക്സിലൊക്കെ ചില ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് എന്താ പറയാ, നമ്മള് തെലുങ്ക് സിനിമത്തെ പോലെ കുറച്ച് ഒരു ഇഷ്ടമാവാതെ വന്ന് ലാലേട്ടൻ പൃഥ്വിരാജ് നിന്നുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയ കാര്യമായിരിക്കും കേട്ടോ. പൊതുവെ ഹോളിവുഡ് ആക്ടേഴ്സിനാണ് മോസ്റ്റ് നാച്ചുറൽ ആക്ടേഴ്സ് ആയിട്ട് നമ്മൾ കണക്കും. എന്നാൽ ഹോളിവുഡ് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് അവരുടെ ആ നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ട പോലെ കുറച്ചുകൂടി നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. ഇതൊക്കെ എന്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും മുരളിയും പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഒരു നടുക്കഷ്ണം പോലെ തന്നെയായി. അതായത് ഒരു 3 പാർട്ട് ഫ്രാഞ്ചൈസിയിലെ നടുക്കഷ്ണം. അപ്പൊ നടുക്കഷ്ണം ആകുമ്പോ എന്താ വെച്ചാല് എന്തൊക്കെയോ എവിടെയൊക്കെ കണക്ട് ചെയ്യാതെ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീല്. ഒന്നാം ഭാഗത്ത് നിന്ന് പോരും ചെയ്ത് മൂന്നാം ഭാഗത്തിലേക്ക് എത്തിയതുമില്ല. ആ ഒരു ലെവലിൽ നിൽക്കുന്ന പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് സിനിമ അവസാനിച്ചപ്പോഴും. നിങ്ങൾ ആലോചിക്കണം, ഞാനൊരു ഡൈ ഹാർഡ് ലാലേട്ടൻ ഫാനാണ്, ഡൈ ഹാർഡ് മോഹൻലാൽ ഫാനാണ്. ഈ ചാനൽ പോലും ലാലേട്ടൻ ഡെഡിക്കേറ്റഡ് ചാനലാണ്. ലാലേട്ടനെ പറ്റി മാത്രം സംസാരിക്കുന്ന ചാനലാണ്. എന്നിട്ടും നമുക്ക് വന്ന് കള്ളം, അതായത് അങ്ങനെ പറയാൻ തോന്നിയില്ല. ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ ഒരു വീഡിയോ പോലെ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ഹോണസ്റ്റ് ആയിട്ട് ആരെ പറ്റിയാലും നമ്മളുള്ള കാര്യങ്ങൾ എന്തിനെ പറ്റിയാലും അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ എന്റെ അഭിപ്രായം പറയാണ്. എനിക്ക് നിങ്ങളെ കമന്റ് അറിയണം. കാരണം നാട്ടിൽ നിന്ന് കണ്ട ആൾക്കാരെ കമന്റ്, തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് അറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ സ്റ്റിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. സിനിമ ഗംഭീര സിനിമയാണ്. പക്ഷെ എനിക്ക് പലതും മിസ് ചെയ്ത പോലെ തോന്നി. ലൂസിഫറിന് കിട്ടിയ ആ ഒരു ഫീലിംഗ് എനിക്ക് എമ്പുരാൻ കണ്ടിട്ട് കിട്ടിയില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വലിയൊരു സസ്പെൻസ് ഒക്കെ ക്ലൈമാക്സ് റിവീൽ ചെയ്തെങ്കിൽ പോലും എനിക്ക് മൂന്നാം ഭാഗത്തിലേക്കുള്ള ആ ഒരു നമ്മൾ കാണാനുള്ള ഒരു വെയിറ്റ് ഉണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ഈ രണ്ടാം ഭാഗം കണ്ടു കഴിയുമ്പോൾ പിന്നെ മൂന്നാം ഭാഗം ഇറങ്ങുന്ന വരെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അത്രത്തോളം വെയിറ്റ് ചെയ്യുക, അങ്ങനെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയുടെ അമിത ഭാരമാണോ ഒന്നും അറിയില്ല. പിന്നെ അതുപോലെ സസ്പെൻസ് ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സസ്പെൻസ് ക്യാരക്ടറൊക്കെ ഉണ്ട് താനും. എന്നാൽ നമ്മൾ പറഞ്ഞ ഒരുപാട് സസ്പെൻസ് ക്യാരക്ടറുകൾ ഇല്ല താനും. പക്ഷെ അതൊന്നും ഇങ്ങനെ എനിക്കൊരു ഫീൽ ചെയ്യാനുള്ള ഒരു റീസൺ അല്ല. എനിക്ക് റീസൺ ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയോ എവിടേക്ക് കണക്ട് ആവാത്ത പോലെ തോന്നുക. മേ ബി എന്തൊക്കെയോ എവിടേക്ക് കണക്ട് ആവാത്ത പോലെ തോന്നി. ഒരുപാട് ഒരുപാട് പോസിറ്റീവ് സിനിമയ്ക്ക് തോന്നിയ ചില പ്രശ്നങ്ങൾ. എന്റെ ഫേവറേറ്റ്, ഞാൻ ആരാധിക്കാൻ ലാലേട്ടന്റെ സിനിമ, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച സിനിമ. ഇനി ആ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത്. എനിക്ക് അറിയില്ല. എനിക്ക് നിങ്ങളെ അഭിപ്രായം അറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇത് എന്റെ മാത്രം പ്രശ്നമാണോ, എനിക്ക് മാത്രം തോന്നിയാണോ, എന്റെ വ്യൂവിങ്ങിലുള്ള പ്രശ്നമാണോ, എന്റെ അനലൈസിങ്ങിലുള്ള പ്രശ്നമാണോ എന്ന് നിങ്ങൾ പറഞ്ഞുതരാൻ കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.